തമ്പുരാനെ കോയാക്കെന്ന് തോക്കും കൊണ്ടാണല്ലോ വരുന്നത്. എവിടുത്തെ കോയാക്ക തോക്കും കൊണ്ടേ? ഓനും പറ്റൊക്കെ തെങ്ങുമെന്ന് ചാടുന്നുണ്ട്, നിലത്തേക്ക് കാണാനുമില്ല. അങ്ങനെ ആയാ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മധുരത്താൻ തീരുമാനിച്ചത്. എന്തേ ഇപ്പപ്പാന്റെ ചങ്ങായില്ല ചേരക്കാരെ വൈക്കുന്ന കാണുകയാണെങ്കിൽ വെടി വെച്ച് കൊല്ലാനാ. പേരിലൊരു കഞ്ഞിന്റെ വെള്ളം വളമ്പി തരാൻ ഒരു മനസ്സിലാന്ന്. പേരെ അടച്ചുടിക്കണം, എല്ലാവരും കൂടി ബൈപ്പാസ് വയ്ക്കണല്ലോ. ഇന്ന് രണ്ടിലൊന്നും അറിയണം. ആ പുള്ളിയെടുത്തൊന്ന് പോയോക്കട്ടെ. പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ. തോക്കിലുണ്ടോ സജ്ജടുത്ത എന്റെ തോക്കിലുണ്ടല്ലാതെ പേരിൽ മൂന്നാലുണ്ടാവും. നീർക്കോലി എന്നിട്ട് എന്തേ പറയേ? നിങ്ങൾ ഇവിടെ നിന്നോളി. ആ പറമ്പ് തന്നെ തേങ്ങ കട്ടുണ്ടാവുന്നു. അടച്ച തമ്പുരാനെ, നീർക്കോലിയോ? ആഹാ, ഓനെ പഠിച്ചിട്ട് ഞാൻ മധുരം തന്നെ കെട്ടുണ്ട്. ഓനെ കൊടലും இப்படியா பரோட்டா அடிக்கிறது? അതിലേറെ പ്രശ്നം അവിടെ. ചീത്തറോട് കാര്യമില്ലല്ലോ, കേൾക്കൂലല്ലോ ഇനി. ഇനിയിപ്പോ എത്ര വലിയ മതിലെട്ടിയാലും ഇച്ചൊരു തേങ്ങയില്ല തവളെ. അത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും പറഞ്ഞത്. ഇത് അപ്പൊ വെറ്റൊക്കെ മാത്രമേ ഉള്ളൂ. ആരെ ഈ തബലി മൃദംഗൊക്കെ പറ കൊടുത്തേക്കണേ? അത് പറയണേ. എന്നാ പറേ, എന്താ ഇവിടെ പ്രശ്നം? അപ്പൊ തേങ്ങ അരക്കൊന്നും കായുണ്ടായി ചത്ത കാര്യം പാവപ്പെട്ടവർക്ക് കൊടുക്കണേ. എന്നിട്ട് ഞാനത് പട്ടത്തേന് ആടെ കള്ള ഇതാ കാര്യമൊന്നും ഇവിടെ പറയണ്ട. എന്നാ പിന്നെ പറയണ്ട. അല്ല അങ്ങനെ പറയല്ല കോയ, അത് പറയണം. എന്നാ പറയാ, രമണ്ണേറ്റ് എന്താ പ്രശ്നം? ഒരു പുരുഷൻ ഏറ്റവും വലുതെന്താ പരിപാടിയല്ലേ? തേങ്ങ കക്കേ എന്നിട്ട് വലിയൊരു മതിലുണ്ടാക്കി സാധനം ഓന്റെ വളപ്പിക്കിടെ എത്താവിടെ. അതിപ്പോ എങ്ങനെയാ എന്നോട് ഞാൻ പറയാ പുണ്ണി? കേട്ടോ, അഭിമാനം അതാ ഉദ്ദേശിച്ചത്. അതേ മൂദേവിക്കില്ലാന്നാ പറഞ്ഞു വരുന്നത്. അങ്ങനെ സാധനങ്ങൾ കത്തിക്കേ കള്ള തള്ളേന്നോ പോണ തന്തേ. ഇതെങ്ങനെ എന്റെ വളപ്പിൽ കയറുക? എന്റെ വളപ്പത്തെ സകല സാധനങ്ങൾ തീ കിട്ടിക്കല്ലേ, പിന്നെ ഞാൻ പടക്കല്ലാതെ എന്റെ കാലിലോട്ടില്ലല്ലോ നടക്കണേ. ഇത് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ എന്താ നടക്കണമെന്ന് അതിന് നോക്കിക്കാണ് പറഞ്ഞ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് പോവാണ്. നേരോ ഞാനൊന്ന് നോക്കട്ടെ. നക്ഷത്രം പറയുക. നക്ഷത്രം പറച്ചില്ല. നിങ്ങള് കെട്ടി തൂക്കലല്ലേ? ക്രിസ്മസിന് തൂക്കാൻ നക്ഷത്രത്തിന്റെ കാര്യമല്ല നോ പറഞ്ഞതേ. തന്റെ ജന്മനാളിലെ നക്ഷത്രം പറയാൻ. ഞാൻ ഭരണിയിലാ ജനിച്ചേ. എന്റെ ഹോസ്പിറ്റലൊന്നും സ്ഥലം അന്റെ പുറം ഞാൻ പൊടിച്ചില്ല. പണിക്കാർ പോയെങ്കിൽ ഫുള്ള് തേങ്ങയും കെട്ടി പൊടിച്ചിട്ടേ അന്റെ പണി പോയി. വലിയ തൊള്ളയാണോ അല്ലേ? ഭരണി എന്ന് പറഞ്ഞാൽ എന്റെ നാളാണേ. ഈ ഭരണി എന്ന് പറയുമ്പോ ഈ കൗത്തിങ്ങനെ ഇറക്കിയിട്ട് പള്ളങ്ങനെ ചാടിയിട്ട് ഒരു ഡബ്ബ. ഞാനതിന്റെ ഷേപ്പാണോ പേടിത്തൂറിക്ക് എന്തേ അല്ലേ? ഏടോ തന്റെ കാര്യം ഞാൻ നോക്കട്ടെ. നോക്കണം. ഇതിലാണ് നല്ല രമണിയാ. രമണിയല്ല, ഭരണി നോക്കേ. അപ്പൊ ഭരണിയില് അച്ചാറിടാ, ശർക്കര സാധനം മുഴുവൻ കത്തിക്കാതെ എന്തേ ഈ മേലാക്കിന്റെ വളപ്പിക്ക് കയറിയിട്ട് എന്റെ കാര്യം പൊട്ടാൻ മുറിച്ചു. ഇനി കക്കൂല തവണ തിന്നൊന്ന് പിടിച്ചാ ഉപ്പിലിടാ, കടുമാങ്ങക്കട. എന്തേ ഇങ്ങോടാ ഒന്നല്ലടല്? അതല്ലടോ കോയെ പറഞ്ഞത്. തന്റെ നാട് നോക്കിയാലാ ഇതൊക്കെ മനസ്സിലാവൂ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തന്റെ ബൈപ്പാസിന്റെ കാര്യം തനിക്ക് അറിയണ്ടേ? അറിയണം. അറിയാണല്ലോ, അറിയാനാണല്ലോ വന്നത്. വലിയ പാത്തിലുണ്ടാക്കുന്നുള്ള ഞാൻ ഓർത്തോ. ആരെണ്ണി അതിന്റെ ആൾക്കാർ? അത് STS ഫെൻസിംഗ് വർക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പട്ടാമ്പിള്ളതാ, നല്ല പണിക്കാരാ. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓല വിളിച്ചോണ്ട്. അറിയോ? അല്ല അറിയണം. നോക്കേ കോയേ, പെരിന്തൽമണ്ണ ബൈപ്പാസിലെ നെക്സ്റ്റോ വേണ്ടത് കമ്പിവേലിന്റെ നെറ്റാ. ആ ചോരത്ത് ഉണ്ടാവോ? ഓലടുത്ത് കമ്പിവേലി ഉണ്ട്, നെറ്റും ഉണ്ട്, സ്ലാബിന്റെ മതിലും ഉണ്ട്. എന്നാ എന്റെ പേരന്റെ ഉമ്മർത്തിച്ചാ ഒന്ന് കെട്ടണം. അത് ഇത് പറയാ. പിന്നല്ലേ നെക്സ്റ്റ്? അതല്ലടോ, നെക്സ്റ്റോ. അപ്പുണ്യ ഒരു കാര്യം പറഞ്ഞിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെയാണ് നെക്സ്റ്റോ എന്ന് ചോദിച്ചത്. കുറച്ച് ദിവസമായി മറിയമ്മന്റെ അടുത്തേക്ക് ഏതോ ചങ്ങായി ഇങ്ങനെ വന്നു പോണ്ട്. അപ്പൊ ചങ്ങളെ മലബാറിലെ ഏറ്റവും വലിയ നെക്സ്റ്റോ നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ വന്നിട്ടുണ്ടേ. എന്നാ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല, പേരക്കാരെല്ലാരും അങ്ങോട്ട് പൊറോട്ട അടി. ഇനി മുമ്പോട്ടത് കാണണോ? അത് ഞാൻ കാണിച്ചതാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. ഓരാണ് കണക്കം കഴിച്ചില്ലാത്ത ഓഫർ കൊടുക്കും. ആണോ? എന്നിട്ടാണോ താൻ ഈ സാധനം തൂക്കിക്കൊണ്ട് നടക്കണത്? വെക്കണോ ഒരു വെട്ടി? ഉണ്ട കാണാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര അല്ലല്ലോ, ഇതൊക്കെ പോയി.
ചങ്കള നമ്മൾ ഇപ്പോൾ ഉള്ളത് മലബാറിലെ ഏറ്റവും വലിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റായ പെരിന്തൽമണ്ണുള്ള നെസ്റ്റോലാണ് 2 ലക്ഷം